ഹലോ ഫ്രണ്ട്സ്, ക്രേസി ടിക് പ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്ന ഫെയ്വിൻ എന്ന് പറയുന്ന ഗെയിമിൻ്റെ മണി മേക്കിംഗ് പ്ലാറ്റ്ഫോമായ ഫെയ്വിൻ എന്ന ഗെയിമിൻ്റെ പുതിയൊരു ഗെയിം ലോഞ്ചിങ്ങിനെ കുറിച്ചാണ്. ഗെയിം ഇന്നാണ് ലോഞ്ച് ആയേക്കണേ. ഇതിൻ്റെ പേര് സർക്കിൾ എന്നാണ്. നമുക്കിത് ആപ്പിൽ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്രോം ഓപ്പൺ ആക്കുക. ക്രോമിൻ്റെ അകത്തെ ഗെയിമിൽ ഇതില്ലേ സൈറ്റ്, ഫീവിൻ്റെ സൈറ്റിൽ കയറുക. അതിൻ്റെ അകത്ത് മാത്രമാണ് ഈ ഗെയിം ഇതുവരെ വന്നിട്ടുള്ളൂ. മറ്റേ ആപ്പിലോട്ട് അപ്ഡേഷൻ ആയിട്ടില്ല. അത് ഉടനെ തന്നെ ആവും. ഇപ്പോൾ കളിക്കുന്നുള്ളവർ ഈ സൈറ്റിൽ കൂടി കയറി കളിക്കാൻ നോക്കുക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിലും പറഞ്ഞുതരാം. ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം ഒരു സർക്കിളുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ കുറേ നമ്പേഴ്സ് ഉണ്ട്, 1 തൊട്ട് 38 വരെ. പിന്നെ 3 മൃഗങ്ങളും ഒരു ക്രൗണും ഉണ്ട്. മേളിൽ കൊടുത്തിരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സിൽ തന്നെ ഒരു കളറും ഉണ്ട്, വേറെ കളറുകളും ഉണ്ട്. അതിൽ വരുന്ന കളർ എന്ന് വെച്ചാൽ പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ചുമലയും വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ഇതാണ്, ആനിമൽസ്. ലയൺ, പിന്നെ ആന, പിന്നെ ഒരു കാള, പിന്നെ ഉള്ള ഒരു തലപ്പാവ്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ നമുക്കിതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. യെല്ലോ, റെഡ്, ഗ്രീൻ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ യെല്ലോ ഗ്രീനോ വെക്കുകയാണെങ്കിൽ നമുക്ക് വെക്കുന്നതിൻ്റെ 2 മടങ്ങ് 1:2. ഇനി റെഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 1:80 ആണ്. 18 മടങ്ങ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് റെഡാണ് നമ്മൾ ചൂസ് ചെയ്യണത്. ഇപ്പോൾ 0 അല്ലെങ്കിൽ 00 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയാണ് റിസൾട്ട് ഇവിടെ വരുന്നത്. ഏറ്റവും മേളിലായിട്ട് 0 വന്നാട്ടോ. ഇപ്പോൾ നമ്മൾ അതാണ് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു 100 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 18 മടങ്ങ് കിട്ടും. എന്ന് പറയുമ്പോൾ 1800 രൂപ ആ ഒറ്റ കളി തന്നെ കിട്ടും. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ വേറെ ഏതെങ്കിലും മറ്റേ റെഡ് അല്ലെങ്കിൽ യെല്ലോ ഗ്രീനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 മടങ്ങ് കിട്ടുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ വീഴുന്നത്. ഈ പച്ചയും മഞ്ഞയാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഏതായാലും മഞ്ഞ കാണാൻ സാധ്യത. നോക്കാം. മഞ്ഞയാണ്. അപ്പോൾ ഈ മഞ്ഞയിൽ ഞാൻ ഇപ്പോൾ ഒരു 100 വെച്ചിരുന്നെങ്കിൽ എനിക്ക് തിരിച്ച് 200 രൂപയും കിട്ടും. ഇനിയുള്ള എന്ന് പറഞ്ഞാൽ ഈ ആനിമൽസും ഈ തലപ്പാവുമാണ്. ഒരു കാളയുണ്ട്, ഒരു സിംഹമുണ്ട്, പിന്നെ ഒരു ആനയുണ്ട്. ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ പിന്നെ ക്രൗണും. ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ 3 ആനിമലിൽ ഏതിലോരെണ്ണം നമ്മൾ ചൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് 3 മടങ്ങ് കിട്ടും. 100 രൂപയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ച് 300 രൂപയും കിട്ടും. അതല്ല, നമ്മൾ ക്രൗണാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ക്രൗൺ റെയറായിട്ട് വീഴുള്ളൂ, എപ്പോഴും വീഴില്ല. ഇനി അതാണ് വീഴുന്നതെങ്കിൽ നമുക്ക് അതിന് 18 മടങ്ങ് കിട്ടും. ഈ റെഡ് വീഴുന്ന പോലെ തന്നെ ഈക്വലായിട്ട് ഈ ക്രൗൺ വീണാലും കിട്ടും. ഓക്കെ, ഇനിയുള്ള എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. ഇത് ഇവിടെ ഇപ്പോൾ 10 നമ്പർ കിടപ്പുള്ളൂ. അതുപോലെ തന്നെ മേളിൽ കണ്ടോ 1 തൊട്ട് 10 വരെ, 11 തൊട്ട് 20 വരെ, 21 തൊട്ട് 30 വരെ അങ്ങനെ കിടപ്പുണ്ട്. ടോട്ടൽ എത്ര നമ്പറുണ്ട് നമുക്കൊക്കെ റൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ടോട്ടൽ 36 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അങ്ങനെയല്ല, 38 നമ്പേഴ്സ് ഉണ്ട്. 36 എന്ന് പറയുന്നത് മടങ്ങാണ്, പ്രോഫിറ്റാണ്. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൗ ടു പ്ലേ എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും. സർക്കിൾ ഗെയിം ഈസ് പ്ലേഡ് എവരി 30 സെക്കൻഡ്. ഓരോ 30 സെക്കൻഡ് കൊള്ളുമ്പോൾ പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് 1 ഓഫ് ദ 38 ഗ്രിഡ്സ് റാൻഡംലി സെലക്ടിങ് ഈച്ച് ഡ്രോ. ദ 38 സ്ക്വയർസ് കറസ്പോണ്ട് ടു കളേഴ്സ് യെല്ലോ, ഗ്രീൻ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിലും ഓരോ ഇതുണ്ട്. ഇനി വേറെ ഓക്കെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നോക്കാം, പറഞ്ഞല്ലോ. ഈ നമ്പേഴ്സിൻ്റെ പറയാം. ഇപ്പോൾ 38 നമ്പേഴ്സ് ഉണ്ട് ഇതിനകത്ത്. 1 തൊട്ട് 38 വരെയും. പിന്നെ 0 ഉണ്ട്, 00 ഉണ്ട്. 0 റെഡിൽ, 00 റെഡിൽ തന്നെ. ഇപ്പോൾ 00 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മടങ്ങ് എത്രയാണെന്ന് നോക്കാം. 1:36. ഇപ്പോൾ 100 രൂപയാണ് വെക്കുന്നതെങ്കിൽ നമ്മളൊരു നമ്പർ ചൂസ് ചെയ്തു. അടുത്ത് 25ആണ്. അറിയില്ല, ജസ്റ്റ് 25 എന്ന നമ്പറിൽ 25 ഇവിടെ ആയിട്ട് വരും. 25 ചൂസ് ചെയ്തു. ഒരു 10 രൂപ വെറ്റ് വെച്ചു. അടുത്ത് ഇപ്പോൾ 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ പുതിയ റിസൾട്ട് വരും. 25 ആണ് എങ്കിൽ എനിക്ക് 100 രൂപയുടെ 36 മടങ്ങ് കിട്ടും. എന്ന് പറഞ്ഞാൽ 3600 രൂപ ഈ ഒറ്റ കളി കിട്ടും.
ഇപ്പോൾ വീണില്ല, 2 വീണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ റിസൾട്ട് എന്തായാലും മസ്റ്റായിട്ട് വരും. ഈ റാൻഡമിലിയാണ് പോകുന്നത്. നിങ്ങളൊരു നമ്പർ ചൂസ് ചെയ്യുക. ആ നമ്പർ ചൂസ് ചെയ്തിട്ട് അത് വീഴുന്ന വരെ വെച്ചുകൊണ്ടിരിക്കുക. സ്റ്റാർട്ടിങ് 10 രൂപ വെക്കുക. ഒരു 5 കളി 10 രൂപ ചൂസ് ചെയ്യാൻ നോക്കുക. 5 കളി തന്നെ ആ നമ്പറിൽ തന്നെ, സെയിം നമ്പറിൽ തന്നെ 10 രൂപ വെച്ചുകൊണ്ടിരിക്കുക. ആ 5 വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് 360 രൂപ കിട്ടും. 50 രൂപ വെച്ചതിൻ്റെ പോയി കഴിഞ്ഞാൽ പോയിട്ട് 310 300 രൂപ പ്രോഫിറ്റ്. ഇനി 12 വീണില്ല, 6 തൊട്ട് 6 തൊട്ട് ഒരു 10 വരെ 20 രൂപ ആക്കുക, അല്ലെങ്കിൽ 30 രൂപ ആക്കുക. അപ്പോഴേ വീഴുന്നെങ്കിൽ നമുക്ക് തിരിച്ച് 600 രൂപ കിട്ടും. എന്നാലും നമ്മൾ ഇറക്കിയത് വെച്ച് നോക്കുമ്പോൾ 100 രൂപ 150 രൂപ പോകുള്ളൂ. 150 രൂപ 600 പോയി കഴിഞ്ഞാൽ 450 രൂപ അവിടെ പ്രോഫിറ്റ്. അന്നേരം വീണില്ലെങ്കിൽ ഈ 11ാമത്തെ കളി തൊട്ട് 30 രൂപ 40 രൂപ അങ്ങനെ എമൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 1000 റീചാർജ് ചെയ്യുക. 1000 റീചാർജ് ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 3000 4000 എത്തിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് റാൻഡമലി നമ്പർ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ. ആദ്യമേ കുറഞ്ഞ എമൗണ്ട് വെച്ച് കളിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും കൂട്ടി കളിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്പർ ചൂസ് ചെയ്യാൻ പാടാണ് എന്നാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന മൃഗങ്ങളുടെ കളിയില്ലേ, അത് മാത്രം ചൂസ് ചെയ്യുക. ഈ 4 കൂട്ടങ്ങൾ എന്തായാലും പെട്ടെന്ന് എളുപ്പമാണ്. മാത്രമല്ല 3 മടങ്ങ് പ്രോഫിറ്റ് ഉണ്ട്. മറ്റേ യെല്ലോയും ഗ്രീനും നമ്മുടെ ഇവിടെ കളർ പ്രൊഡിക്ഷൻ പോലെ തന്നെയാണ്. ഫാസ്റ്റ് പാറ്റ് പോലെ 2 അപ്പം 2 മടങ്ങ് കിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെ അകത്തെ ഈ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് 3 മടങ്ങും, ക്രൗൺ ആണെങ്കിൽ 18 മടങ്ങ് കിട്ടും. ഇപ്പോൾ ക്രൗണിൽ തന്നെ ഒരു 10 തവണ വെച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്നുണ്ട് ക്രൗണൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അത് ഇവിടെ 254ാമത്തെ റൗണ്ടിൽ ക്രൗൺ വീണു. പിന്നെ അതിന് മുമ്പ് വീണേക്കണമെന്ന് പറഞ്ഞാൽ 217 16 വീണിട്ടുണ്ട്, 209 വീണിട്ടുണ്ട്, 204 വീണിട്ടുണ്ട്. കണ്ടോ, 197 അങ്ങനെ മിക്കപ്പോഴും ഗ്രൗണ്ട് വീഴുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 18 മടങ്ങാന്ന് പറഞ്ഞല്ലോ, 10 രൂപ വെച്ച് 10 റൗണ്ട് കളിച്ച് ആ 10ൽ നിന്ന് വീണ് കഴിഞ്ഞാൽ 150 രൂപ കിട്ടും. എന്നാലും നിങ്ങളുടെ 100 രൂപ പോകുള്ളൂ. 100 രൂപ നിങ്ങൾ ബെറ്റ് വെച്ചു, പോയിട്ട് 150 തിരിച്ച് കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 80 രൂപയുടെ പ്രോഫിറ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ എപ്പോഴും 10 തന്നെ വെക്കാതിരിക്കുക. ആദ്യത്തെ ഒരു 3-4 കളി 10 രൂപ വെച്ച് കഴിഞ്ഞ് 4ാമത്തെ കളിയിൽ 20 ആക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഒരു 2 റൗണ്ട് കഴിയുമ്പോൾ പിന്നെ 30 ആക്കുക. എന്നിട്ട് 2 റൗണ്ട് കഴിയുമ്പോൾ 60 80 100 അങ്ങനെ എമൗണ്ട് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുക. ഓരോ കളി കഴിയുന്നതോറും നമ്മൾ വെക്കുന്നതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ തിരിച്ചെപ്പോഴായാലും നമുക്കൊരു റിസൾട്ട് കിട്ടും, അതൊന്ന് ഉറപ്പാണ്. നമ്മൾ ഒന്നും വിട്ടുകൊടുക്കാതെ കിട്ടുന്നവരെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കിട്ടുന്നതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും വലിയ മടങ്ങായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു 200 എത്തിയപ്പോഴാണ് നിങ്ങൾക്ക് അടിക്കണമെന്ന് വയ്ക്കുക. 200 × 36 എന്ന് പറയുമ്പോൾ 18 എന്ന് പറയുമ്പോൾ അതിന് 3600 രൂപ വരും. എങ്ങനെ പോയാലും നിങ്ങളൊരു 1000 രൂപ മേളിൽ വെച്ച് കാണില്ല ആ സമയത്ത്. അതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 3600-ന് 1000 പോയി കഴിഞ്ഞാൽ 2600 രൂപ. 2600 രൂപ നിങ്ങൾക്ക് ഒറ്റ കളിയിൽ പ്രോഫിറ്റാണ്. അതുപോലെ ഒരു ദിവസം ഒരു 10 കളി കളിച്ചാൽ 26,000 രൂപ. അത്രയൊന്നും വേണ്ട, അങ്ങനെയല്ല. അപ്പോൾ നിങ്ങളിന്ന് കളിച്ചു നോക്ക്. അവിടെ ചുമ്മാ ഓർമ്മ വെച്ച് കാണിക്കാം. അടുത്തത് ആനയാകാൻ സാധ്യത. ടൈം ഔട്ട് നോക്കാം. ഇപ്പോൾ സിംഹമാണ് വീണത്, വെച്ചില്ല. ഓക്കെ, എന്താ ആനയിൽ വെച്ചേക്കാം. ആനയിൽ പറഞ്ഞേ 10 രൂപ മതി കാണിച്ചു തരാൻ വേണ്ടി. 10 രൂപ കൺഫേം ചെയ്തു. വെയിറ്റ് ഫോർ റിസൾട്ട്. പിന്നെ നമ്പർ ചൂസ് ചെയ്യണോ വേണ്ട. ഓക്കെ, കണ്ടോ കറക്റ്റായിട്ടുണ്ട്. ഇതേ റിസൾട്ട് വന്നു. ഞാൻ വെച്ച ആനയാണ് വീണത്. ഇപ്പോൾ ഞാൻ 10 രൂപ വെച്ചുകൊണ്ട് എനിക്ക് 29 30 കിട്ടി. എന്ന് പറയുമ്പോൾ അതാണ്ട് 1% ഇവർ ഏതാണ്ട് ചാർജ് പിടിച്ചു. പോയിട്ട് 29 എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 10 സ്ഥാനത്ത് ഞാൻ 100 1000 വെച്ചിരുന്നെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് മടങ്ങ് കിട്ടും. 100 ആയിരുന്നെങ്കിൽ 290 കിട്ടും, 1000 ആയിരുന്നെങ്കിൽ 2900 രൂപ കിട്ടും. ഇപ്പോൾ 10,000 ആണെങ്കിൽ വെക്കിരുന്നെങ്കിൽ എനിക്ക് 29,000 രൂപ കിട്ടും ഒറ്റക്കളിയിൽ. നിങ്ങൾക്കിവിടെ കാണാം. എവരിവൺസ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തർ വെച്ചതിൻ്റെ റിസൾട്ട് കാണത്തി. ഇവിടെ കണ്ടോ, ഞാൻ കളിച്ചാണ്. ആദ്യമേ 10 രൂപ ഞാൻ ഫസ്റ്റ് ഈ 2 പോയത് ഫസ്റ്റ് കളിയാണ്. ഫസ്റ്റ് കളി ഞാൻ വെച്ച് നോക്കി അറിയില്ലായിരുന്നു, ഞാൻ വെച്ച് നോക്കിയപ്പോൾ പോയതാണ്. ഞാൻ മറ്റേ അന്ന് ആദ്യമേ 2 എണ്ണത്തിൽ വെച്ചാൽ നിങ്ങൾ 2 എണ്ണത്തിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഇതിലേതിലും 2 എണ്ണത്തിൽ വെക്കുക 10 10 വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതിൽ ഓർഡർ വീണ് കഴിഞ്ഞാൽ 30 രൂപ കിട്ടും. അവിടെ 10 രൂപ പ്രോഫിറ്റാണ്. 2 എണ്ണത്തിൽ വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമേ വെച്ചപ്പോൾ ആയായിരുന്നു. പിന്നീട് ഞാൻ വേറൊരു ഫോണിൽ കളിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ആദ്യത്തെ തവണ വന്ന് രണ്ടാമതൊക്കെ ഓർഡർ വെച്ച് വെക്കാൻ പറ്റുള്ളായിരുന്നു.
അപ്പോൾ രണ്ടെണ്ണത്തിൽ വെക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം എപ്പോഴും ഇപ്പോൾ ആന ഒഴിവാക്കി ഇത് രണ്ടും ഞാൻ വെക്കണമെന്ന് വെച്ചാൽ ഇതിൽ 100 വെച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും വീണുകൊണ്ടിരിക്കുകയില്ല, ഇടയ്ക്ക് ഇതിൽ ഓർമ്മ വീഴും. അപ്പോൾ വീഴുമ്പോൾ എനിക്ക് 3 മടങ്ങ് പ്രോഫിറ്റ് കിട്ടും. എന്ത് കാണിച്ചാലും അവിടെ എനിക്ക് വെക്കണതിനേക്കാളും പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഇത് കാണിച്ചു തരാം. ഇതേണ്ട ലൈനിൽ വെച്ച് 10 രൂപ വെച്ചു, കിട്ടി, പ്രോഫിറ്റ് അടിച്ചു. ഇത് 29 രൂപ കിട്ടും. അത് ഇങ്ങനെ കാണിക്കുകയുള്ളൂ. അഡീഷണലായിട്ട് 19 രൂപ. അപ്പോൾ ടോട്ടൽ 29 രൂപ കിട്ടും. നമ്മൾ വെച്ച 10 കൂടാണ്ട് 20 രൂപ. പിന്നെ മേളത്തെ നമ്പേഴ്സ് കളിക്കാൻ പറ്റുമെങ്കിൽ നമ്പേഴ്സ് കളിക്കാൻ നോക്കുക. നമ്പേഴ്സ് കളിക്കാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റാൻഡമിൽ കുറച്ച് നമ്പേഴ്സ് എഴുതിയിടുക, അത് തന്നെ വെച്ചുകൊണ്ടിരിക്കുക. വെക്കുമ്പോൾ ഒരു 10-20 കളി കളിക്കാവുന്ന രീതിയിൽ ഫണ്ട് മാനേജ്മെൻറ്റ് വേണം. ഒരു 5 കളിക്കൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 എണ്ണത്തിൽ നമ്പർ വീഴണമെന്നില്ല. ഒരു 20 എണ്ണത്തിലുള്ള ഉറപ്പായിട്ട് ആ നമ്പർ വീഴും. അപ്പോൾ 20 എണ്ണത്തിലുള്ള ഫണ്ട് സെറ്റാക്കി വെക്കുക, എന്നിട്ട് എമൗണ്ട് കൂട്ടി കളിക്കുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ആക്കുക. ലിങ്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും. ജസ്റ്റ് ഇവിടെ ഫോൺ നമ്പർ അടിച്ചിട്ട് നിങ്ങൾ വെരിഫൈ കൊടുക്കുക. ചിലപ്പോൾ വെരിഫൈ ആയില്ല. ഇവിടെ ഐ ആം നോട്ട് റോബോട്ട് ഇങ്ങനെ ഒന്നും എഴുതി കണ്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട താഴത്തെ രജിസ്റ്റർ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. രജിസ്റ്റർ, ഫോൺ നമ്പർ അടിക്കുക, ഗെറ്റ് വെരിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഒരു 4 OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് പാസ്വേഡ് ഓർമ്മ ചൂസ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ നമ്പർ എന്തെങ്കിലും ജസ്റ്റ് പാസ്വേഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് ലോഗിൻ ആവും. പിന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു 10 രൂപ ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് കൂടെ 10 രൂപ കളിച്ച് നോക്കാം. എന്നിട്ട് അല്ലെങ്കിൽ എന്നാലും വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മളൊരു 100 രൂപയ്ക്ക് മിനിമം റീചാർജ് ചെയ്യണം. 100 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വിഡ്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ദിവസം മാക്സിമം 3 വിഡ്രോൽ ഉണ്ട്. 1 ലക്ഷം രൂപയാണ് മാക്സിമം ഒരു ദിവസം വിഡ്രോവൽ ഓപ്ഷൻ പറയണത്, എമൗണ്ട് പറയുന്നത്. അപ്പോൾ കളിച്ചു നോക്കൂ. ഓക്കെ, താങ്ക് യു.